ബനു ഇസ്രായേൽ ഗോത്രത്തിൽ പണ്ട് നടന്ന സത്യാത്മകമായ ഒരു സംഭവമാണിത്. ഇമാം ബുഖാരി തന്റെ ഹദീത്ത് ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത് അതിശയിപ്പിക്കുന്ന ഒരു ചരിത്രം. സത്യസന്ധനായ ഒരു വ്യക്തി തന്റെ സുഹൃത്തിനടുത്ത് ചെന്ന് 1000 സ്വർണ്ണനാണയങ്ങൾ കടമായി ആവശ്യപ്പെട്ടു. അപ്പോൾ ആ പണം നൽകാനുള്ള വ്യക്തി പറഞ്ഞു, തീർച്ചയായും ഞാൻ നൽകാം, പക്ഷേ ഈ ഇടപാടിന് സാക്ഷിയായി ഒരാൾ വേണം. അപ്പോൾ കടം വാങ്ങുന്നയാൾ മറുപടി നൽകി, നമുക്കിടയിൽ സാക്ഷിയായി റബ്ബ് മതിയല്ലോ. മറുപടി കേട്ടപ്പോൾ നൽകുന്നയാൾ പറഞ്ഞു, എങ്കിൽ ഈ തുകയ്ക്ക് ജാമ്യം നിൽക്കാൻ ഒരാളെ കൂടി നിർത്തുക. അപ്പോഴും വാങ്ങുന്നയാൾ ഒരേയൊരു മറുപടിയേ നൽകിയുള്ളൂ, എന്റെ എല്ലാ കാര്യങ്ങൾക്കും അല്ലാഹു തന്നെ കഫീൽ, ജാമ്യക്കാരൻ ആയി നിൽക്കട്ടെ. പണം നൽകുന്ന വ്യക്തിയും വലിയൊരു ദൈവഭക്തനായിരുന്നു. വാങ്ങുന്നവന്റെ വാക്കുകളിലെ ദൃഢവിശ്വാസം കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, റബ്ബിനേക്കാൾ വലിയൊരു സാക്ഷിയും ജാമ്യക്കാരനും വേറെയാരുണ്ട്. അങ്ങനെ അവർ മടക്കി നൽകേണ്ട തീയതി നിശ്ചയിക്കുകയും അല്ലാഹുവിനെ സാക്ഷി നിർത്തി ആ കരാർ ഉറപ്പിക്കുകയും ചെയ്തു. പണം സ്വീകരിച്ച വ്യക്തി സന്തോഷത്തോടെ തന്റെ ആവശ്യങ്ങൾക്കായി കടൽ കടന്ന് യാത്ര പുറപ്പെട്ടു. കാലം കടന്നുപോയി, പണം തിരികെ നൽകേണ്ട അവധി എത്തിക്കഴിഞ്ഞു. തന്റെ വാക്ക് പാലിക്കാനായി അദ്ദേഹം കടൽക്കരയിലെത്തി. നാട്ടിലേക്ക് പോകാൻ വല്ല കപ്പലോ മറ്റു വാഹനങ്ങളോ ഉണ്ടോ എന്ന് അന്വേഷിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ അന്ന് ഒരൊറ്റ വാഹനം പോലും ലഭ്യമായിരുന്നില്ല. അദ്ദേഹം പരിഭ്രാന്തനായി. തന്റെ വാക്ക് തെറ്റുമല്ലോ എന്നോർത്ത് അദ്ദേഹം വിഷമിച്ചു. ഒടുവിൽ അല്ലാഹുവിൽ പൂർണ്ണമായി ഭരമേൽപ്പിച്ച് അദ്ദേഹം ഒരു മരത്തടി എടുത്തു. അതിൽ ഒരു ദ്വാരമുണ്ടാക്കി 1000 സ്വർണ്ണനാണയങ്ങളും അതോടൊപ്പം ഒരു കത്തും ഭദ്രമായി അതിനുള്ളിൽ വെച്ചു. എന്നിട്ട് സമുദ്രത്തിന് അഭിമുഖമായി നിന്ന് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈ ഇടപാടിൽ ഞാൻ സാക്ഷിയാക്കിയതും ജാമ്യക്കാരനാക്കിയതും നിന്നെയാണ്. അതിനാൽ ഈ പണം അർഹമായ കൈകളിൽ നീ എത്തിച്ചു നൽകേണമേ. അത്രയും പറഞ്ഞ് ആ മരത്തടി അദ്ദേഹം കടലിലേക്കിട്ടു. അത് തിരമാലകൾക്കിടയിലൂടെ ഒഴുകിപ്പോകുന്നത് നോക്കി നിന്ന ശേഷം പിന്നീട് നാട്ടിലേക്ക് പോകാൻ മറ്റൊരു വാഹനം അന്വേഷിച്ചു അദ്ദേഹം അവിടെ തന്നെ തുടർന്നു. മറുഭാഗത്ത് പണം ലഭിക്കാനുള്ള വ്യക്തി കരാർ പ്രകാരം തന്റെ സ്വർണ്ണനാണയങ്ങളുമായി സുഹൃത്ത് വരുമെന്ന് പ്രതീക്ഷിച്ച് കടൽത്തീരത്ത് കാത്തിരിക്കുകയായിരുന്നു. ഓരോ കപ്പലുകൾ വരുമ്പോഴും അദ്ദേഹം പ്രതീക്ഷയോടെ നോക്കി. എന്നാൽ നിരാശയായിരുന്നു ഫലം. പെട്ടെന്നാണ് തീരത്തേക്ക് ഒരു മരത്തടി ഒഴുകിവരുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വിറകിനായി ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി അദ്ദേഹം ആ മരത്തടി വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തി അത് പിളർന്നു നോക്കിയപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. അതിനുള്ളിൽ തിളങ്ങുന്ന 1000 സ്വർണ്ണനാണയങ്ങളും ഒരു കത്തും. തന്റെ കടക്കാരൻ അല്ലാഹുവിനെ സാക്ഷി നിർത്തി അയച്ചതായിരുന്നു അതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം കടം വാങ്ങിയ വ്യക്തി കയ്യിൽ മറ്റൊരു 1000 സ്വർണ്ണനാണയങ്ങളുമായി കടം നൽകിയയാളുടെ അടുത്തുവന്നു. താൻ അയച്ച മരത്തടി ലക്ഷ്യസ്ഥാനത്ത് എത്തിയോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും പണവുമായി വന്നത്. അദ്ദേഹം പറഞ്ഞു, സുഹൃത്തേ, നിശ്ചയിച്ച സമയത്ത് എത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ യാതൊരു വാഹനവും ലഭിച്ചില്ല, അതുകൊണ്ടാണ് ഇത്രയും വൈകിയത്. ദയവായി ക്ഷമിക്കണം, ഇതാ നിങ്ങളുടെ പണം. അപ്പോൾ പണം ലഭിച്ച ആൾ ചോദിച്ചു, നിങ്ങൾ എനിക്ക് മറ്റെന്തെങ്കിലും വഴിക്ക് പണം അയച്ചിരുന്നോ? അപ്പോൾ അദ്ദേഹം കടലിൽ മരത്തടി ഒഴുക്കിയ സംഭവം വിവരിച്ചു. ഇതുകേട്ടപ്പോൾ മറുയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തേ, നിങ്ങൾ അല്ലാഹുവിനെ ഭരമേൽപ്പിച്ച് അയച്ച ആ മരത്തടിയിലൂടെ പണം എനിക്ക് കൃത്യസമയത്ത് തന്നെ ലഭിച്ചു കഴിഞ്ഞു. അതിനാൽ ഈ പണം ഇനി എനിക്ക് ആവശ്യമില്ല, നിങ്ങൾ ഇത് തിരികെ കൊണ്ടുപോയിക്കൊള്ളുക. ദൈവഭക്തിയും വിശ്വസ്തതയും നിറഞ്ഞ 2 മനുഷ്യരുടെ കഥയാണിത്. റബ്ബിൽ ഭരമേൽപ്പിച്ചാൽ തവക്കുൽ അവൻ വഴി കാണിക്കുമെന്നതിന് ഇതിലും വലിയ ഉദാഹരണമില്ല. ഒരു ആത്മപരിശോധന. ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? കടം വാങ്ങുമ്പോൾ കാണിക്കുന്ന വിനയവും താൽപ്പര്യവും അത് തിരികെ നൽകേണ്ടി വരുമ്പോൾ പലരിലും കാണാറില്ല. വാങ്ങാൻ നേരം പല വാഗ്ദാനങ്ങളും നൽകി സോപ്പിട്ടുമയക്കുന്നവർ തിരികെ നൽകേണ്ട സമയം വരുമ്പോൾ അവധിയും പറഞ്ഞ് ഒഴിഞ്ഞുമാറുന്നു. സഹായിച്ചവന്റെ മുഖത്ത് നോക്കാതെ വഴിമാറി നടക്കുന്നത് എന്തുമാത്രം ക്രൂരതയാണ്. ആ നല്ല മനസ്സിനെ മുറിപ്പെടുത്തുന്ന ഇത്തരക്കാർ അറിഞ്ഞിരിക്കുക, ഇത് വലിയൊരു ചതിയാണ്. ചിലർ കടം വാങ്ങുന്നത് ഒരു ശീലമാക്കി മാറ്റാറുണ്ട്. നൽകുന്നയാൾ ദയാലുവായിരിക്കാം, എന്നാൽ ചോദിക്കാൻ ലജ്ജയില്ലാത്ത ഒരു വിഭാഗം നമുക്കിടയിലുണ്ട്. പണ്ടുള്ളവർ പറയുമായിരുന്നു, ആവശ്യമില്ലാതെ വലിയ കടങ്ങൾ നൽകരുത്, ചിലപ്പോൾ ആ സഹായം നിങ്ങളുടെ സമാധാനവും ജീവിതവും തന്നെ ഇല്ലാതാക്കിയേക്കാം. കടബാധ്യതകളില്ലാതെ അഭിമാനത്തോടെ ജീവിക്കാനും മരിക്കാനും പടച്ചതമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമീൻ.